അങ്ങനെ വല്യമ്മമാർ മൂന്നാളും ഗരുന്ധതി വല്യമ്മയും മറ്റേ മുത്തശ്ശനും ഉണ്ടായിരുന്നു. ആ വസിഷ്ഠ മുത്തശ്ശൻ്റെ കൂടെ ഈ അമ്മമാരെല്ലാവരും കൂടി അവർ നമ്മൾക്ക് രണ്ടുപേരും ഉണ്ണികൾ മുമ്പിൽ നടക്കുന്നുണ്ട്. യാവന്നചരണൗ ഭ്രാതോ പാർത്ഥിവ വ്യഞ്ജനാന്വിതൗ ശിരസാധാരയിഷ്യാമി നമേ ശാന്തിർഭവിഷ്യതി. ആ രാജകുമാരനായ വലിയേട്ടൻ എന്നുവെച്ചാൽ രാജാവാവണ്ടവനായ ആ ജ്യേഷ്ഠൻ്റെ കാല് തൊട്ട് ആ ശിരസ്സെടുത്തിൻ്റെ തലയിൽ വെച്ചൊന്ന് തൊട്ട് നമസ്കരിച്ചാലേ എനിക്കിനി ശ്വാസം വിടാൻ പോലും ഒരു സമാധാനം കിട്ടുള്ളൂ, അതിലേക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവർ ഓടി നടക്കുകയാണ്. അങ്ങനെ നടന്ന് കുറേ നടന്നു പറയും ചെയ്തു. എപ്പോഴാണ് ഞാൻ ഏട്ടനെ ഒന്ന് കാണുക, ഏട്ടൻ്റെ ആ മുഖം ഒന്നോ കണ്ട് രാജീവാക്ഷം മഹാദ്യുതിം താമരപ്പൂ പോലെ കണ്ണുള്ള ഏട്ടനെ ഒന്ന് കണ്ട് തൊഴുത് എപ്പോഴാണ് എനിക്ക് തരാവുക എന്ന് വിചാരിച്ച് അവരെങ്ങനെ നടന്നു. കുറേ നടന്ന സമയത്ത് എന്തേ കണ്ടു വെച്ചാൽ കാട്ടിക്കൂടി ഇങ്ങനെ പോവുകയാണ്. ഒരു രൂപല്ലല്ലോ, എവിടെ അവർ താമസിക്കണം അറിയില്ല. കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ എന്ത് കണ്ടു? ദദരിശ ചവനേ തസ്മിൻ മഹദ സഞ്ജയാൻ കൃതാൻ മൃഗാണാം മഹിഷാണാം ച പുരീഷൈ ശീതകാരണാത്. കുറെ ചെന്നപ്പോൾ ഒരു ദിക്കിൽ എന്ത് കണ്ടു? ഈ കാട്ടിലെ കാട്ടുപോത്ത്, മാൻ, അതുപോലെ എന്താണ് വേറെ ചില ജന്തുക്കളുടെയൊക്കെ ചാണകം ഉരുട്ടിക്കുഴച്ചിട്ട് ഇങ്ങനെ ഉണക്കി ഈ ചാണകവറലിയാക്കിയിട്ട് ഇങ്ങനെ ഉണക്കണത് മരത്തിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെ പറ്റിച്ച് വെച്ചിട്ട് ഉണക്കണത് കണ്ടു. അപ്പം അത് കണ്ടപ്പോൾ എന്തിന് ശീതകാരണാത്. എന്ത് കാരണം അത്? ഇത് ശീതകാരണം ഈ കുന്നിൻ്റെ ഉയർന്ന സ്ഥലമായിരുന്നു, നല്ല തണുപ്പായിരിക്കേ. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ തീയും ചൂടൊക്കെ വേണം. ഇന്നത്തെ മാതിരി ചൂടുണ്ടാക്കണ യന്ത്രമൊന്നും ഇല്ലല്ലോ, തണുപ്പിക്കണ യന്ത്രമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനന്ന് ഈ ചാണകവരലി ഇട്ടിങ്ങനെ കത്തിക്കും. അകത്ത മുറിയിലിട്ട് കത്തിച്ചാൽ ചൂടിങ്ങനെ അകത്തൊക്കെ ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ശീത കാരണം, തണുപ്പ് കാരണം കത്തിക്കാനായിട്ട് ചാണകവരലി സൂക്ഷിച്ച് വെച്ചതായിട്ട് കണ്ടു, പല ദിക്കിൽ ഉണക്കാനായിട്ട് വെച്ചത് കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ എവിടേക്കോ ആള് താമസമുണ്ടെന്ന് മനസ്സിലായില്ലേ? എവിടെയെന്നൊരു രൂപം കിട്ടി. ഈ കാട്ടിലൊക്കെ നമ്മളൊരാളെ തിരഞ്ഞു പോയാൽ ഒരു വിവരം കിട്ടില്ല കേട്ടോ. കാട്ടിലേക്ക് കയറി പോണ സമയത്ത് നമ്മളിപ്പോൾ എവിടെ പോയാലും വഴി തെറ്റിയാൽ വഴി കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ആരുടെയും ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മളാരെയും ഫോണിൽ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാം. കാട്ടിനുള്ളിലേക്ക് പോയ ഫോണൊന്നും പ്രവർത്തിക്കില്ല. അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഉൾക്കാടല്ലേ, ഒരു സാധനം ഉണ്ടാവില്ല, ഒന്നും വിളിച്ചാലൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാലത്ത് കാട് കണ്ടുപിടിക്കുക, കാട്ടിൻ്റെ ഉള്ളിൽ ഒരാളെ കണ്ടുപിടിക്കുക, ഒരു പർണശാല കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. ഇവരെങ്ങനെ നടന്നു? ഗച്ഛന്നേവ മഹാബാഹുർൻ ദ്യുതിമാൻ ഭരതസ്തദ ശത്രുഘ്നം ചബ്രവീത് ധൃഷ്ട താൻ അമാത്യാംശ സർവശ. മന്ത്രിമാരോടും ശത്രുഘ്നോടൊക്കെ പറഞ്ഞ് അവരെയൊക്കെ അവിടെ നിർത്തിയിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഏതാണ്ട് അടുത്തെത്തി എന്നാ തോന്നണേന്നും പറയും. ചാണകത്തിൻ്റെയൊക്കെ കണ്ടപ്പോഴേ അവിടുന്ന് അവർ കുറച്ചുകൂടി അങ്ങോട്ട് ചെന്നപ്പോൾ എന്താണ്ടായിന്നറിയോ? പിന്നെ നടന്നു പോയപ്പോൾ അവർ കണ്ടത് ഈ താപസന്മാർ പിന്നെ ഈ ഹോമമൊക്കെ കഴിക്കുമ്പം പുക ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, പുക ഇങ്ങനെ പൊന്തി വരുന്നത് കാണാനുണ്ട്. പുക പുറത്തേക്ക് അത് എവിടുന്നാന്ന് മനസ്സിലാവണമില്ല. പർണശാല ചെറിയ പർണശാല ഉൾക്കാട്ടിൻ്റെ താഴെയല്ലേ ഉണ്ടാവുക, പുക മുകളിലേക്ക് കാണുകയും ചെയ്യുക. പിന്നെ അത് മാത്രമല്ല എന്താ വെച്ചാൽ ഇവരിങ്ങനെ പോണ സമയത്ത് ചില ദിക്കിൽ ഈ മരവുരിയൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ വള്ളി കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഉണക്കാനിട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ കഥ എന്താ കണ്ടു വെച്ചാൽ പുഴയിന്ന് നടന്നു പോണ വഴിയിൽ ചെപ്പോടത്തു നിന്ന് ഇങ്ങനെ തുളുമ്പി വീണ വെള്ളം ഇങ്ങനെ കാണില്ലേ, ആ വെള്ളം കാണാനും ഉണ്ട്. പിന്നെ ഈ മരവുരിയിൽ നിന്ന് ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇതിപ്പം അധികം നേരമായിട്ടില്ല, എട്ട് പോയിട്ട് നല്ലേ, കുറേ നേരം കഴിഞ്ഞാൽ വെള്ളം പറ്റി പോവില്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പം ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ അടുത്തെവിടെയോ ആണ് ശത്രുഘ്നനും ഭരതനും ഓടിപ്പാഞ്ഞ് നടന്ന് തിരയുണ്ട്. അവരിങ്ങനെ വെപ്രാളത്തിലാണ്. ഈ ദാഹിച്ച് വലഞ്ഞോൻ കിണർ തിരയും പോലെയാണ് എന്ത് തിരയണത്? 2-3 ദിവസമായിട്ട് വെള്ളം കിട്ടാണ്ട് നടക്കണവൻ ഇവിടെ എവിടെ ഒരു കിണറുണ്ട്, കണ്ടുപിടിച്ചോളൂ, വെള്ളം കിട്ടുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അവൻ്റെ കിണർ തിരയിൽ? അവർ ആർത്തിയും വെപ്രാളവും ഇല്ലേ? ആ ആർത്തിയും വെപ്രാളവും ഒക്കെ ആർക്കുണ്ട്? ഈ ഭരതനും ശത്രുഘ്നനും. ഇവരെന്താ ചെയ്തു വെച്ചാൽ ഓടിച്ചാടി നടന്നു നോക്കുമ്പം ചിത്രകൂടം പർവ്വതത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്കുള്ള വഴിയിൽ കുറച്ച് ഉയർന്ന സ്ഥലത്ത് എന്ത് കണ്ടു? നിരീക്ഷ്യസ മുഹൂർത്തം തോ ദദരിശ ഭരതോ ഗുരും ഉടജേരാമമാസീനം ജടാമണ്ഡലധാരിണം. ആ പർണശാല പറഞ്ഞ എലിയും പനയുടെ ഓലയും ഒക്കെ വെച്ച് കെട്ടിയിട്ടാക്കിയിട്ടുള്ള പർണശാലയുടെ മുമ്പിൽ ആരിയിരിക്കുന്നത് കണ്ടു? മുമ്പിൽ തന്നെ ഉയരത്തായതുകൊണ്ട് കുറച്ച് വേഗം കാണാൻ പറ്റി. രാമൻ, എങ്ങനെയുള്ള രാമൻ? ഉടജെന്ന് പറഞ്ഞാൽ ആശ്രമം, പർണശാലയിൽ കണ്ടത് രാമമാസീനം, രാമനെ ഇരിക്കുന്നത് കണ്ടു. എങ്ങനെയുള്ള രാമനെ? ജടാമണ്ഡലധാരിണം. ജടാമണ്ഡലമായിട്ട് വട്ടത്തിൽ കെട്ടിവെച്ച മട്ടിൽ കണ്ടു.
ജടയായിട്ടുള്ള മുടി ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി ചുറ്റി കെട്ടി വയ്ക്കുന്നതിന് ജടാമണ്ഡലം എന്ന് പറയുക. അത് കണ്ടു. അങ്ങനെ ഇരിക്കുന്ന രാമനെ കണ്ടപ്പം ഇവർക്കങ്ങോട്ട് അമ്പോ ഒന്നും പറയണ്ട. അവർ ഓടി രാമനെ അടുത്ത് തന്നെ തീക്കനൽ പോലെ നിൽക്കണ വലിയേട്ടനെ കണ്ട സമയത്തെ അമ്മയൊന്നും പറയണ്ട. ദൃഷ്ടീവ കണ്ടിട്ട് വിലലാപാർത്തോ ബാഷ്പസന്ദിഗ്ധയാ ഗിര എന്നുണ്ടായത്. ജ്യേഷ്ഠാന്ന് വിളിച്ചിട്ട് ഓടി അങ്ങോട്ട് ചെന്നിട്ട് അതാണ്ടായത് അശക്നുവൻ ധാരയിത്തും ധൈര്യാത് വചനമബ്രവീത്. എന്താ പറഞ്ഞത്? ആര്യ ഏട്ടാന്ന് അങ്ങോട്ട് വിളിക്കലും ആ കാലും വെച്ചെന്ന് അങ്ങോട്ട് വീഴലും പൊട്ടോന്ന് പറഞ്ഞാൽ ആര് വീണു? ഭരതൻ രാമൻ്റെ കാലിലേക്ക് ഒന്നും മിണ്ടിയത് മുഴുവനാക്കാൻ പറ്റിയില്ലേ. ആ വൈകാരികമായ ഭാവം കാരണം അമ്പോ എന്താണ് ഇത്തി ഉക്കുതുവ അര്യേതി. അര്യൻ വെച്ചാൽ ജ്യേഷ്ഠൻ. ജ്യേഷ്ഠാന്ന് വിളിച്ചിട്ട് സഗ്രദ്ദീനം പുനർന്നോ വാച കിഞ്ചന. വേട്ടാന്ന് ഒരിക്കലും വിളിച്ചു. പിന്നെ പറയാനൊക്കെ തോന്നിച്ചാലും പറയാനൊന്നും പറ്റിയില്ല. ഈ വിഷമകാരനെ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും അങ്ങോട്ട് വീണ കരയിലാണ്. ആര്യേത്യേ വാധ സംഘൃഷ്യ. ഏട്ടാ ഏട്ടാന്ന് വീണ്ടും വീണ്ടും വിളിച്ച് പിന്നെ മിണ്ടാൻ വയ്യാതെ ബോധം കെട്ട മാതിരി അങ്ങോട്ട് കെട്ടുന്നു. അപ്പം ഇവരിങ്ങനെ കണ്ടപ്പോണ്ടല്ലോ അമ്പോ ഭരതൻ ശത്രുഘ്നനും രണ്ടാളും കാലിൻ്റെ മുകളിൽ വന്ന് വീണ കിടക്കണേ. ഇവരെ രണ്ടാളും കാൽക്കൽ വന്ന് വീണ കിടക്കുന്നത് കണ്ടപ്പം നമ്മുടെ ഈ രാമൻ എന്ത് ചെയ്തു? ഉണ്ണിയാളെ രണ്ടിനെയും കൂടി ഇങ്ങോട്ട് പൊട്ടിയെടുത്തിട്ട് അടുത്ത് അവിടെ ഇരുത്തി പുറത്ത് തലോടി മൂർധാവിലൊരു ഉമ്മയും കൊടുത്തു. ചേർത്ത് ഇങ്ങോട്ട് പിടിച്ചു തൻ്റെ നെഞ്ചത്തേക്ക് ഇങ്ങോട്ട് ചേർത്തിട്ട് ജട്ടിലം ചീരവസനം പ്രാഞ്ജലിം പതിതം ഭുവി ദദരിശരാമോ ദുർദരിശം യുഗാന്തേ ഭാസ്കരം യഥാ. എങ്ങനെയപ്പോൾ കുട്ടി വീണടക്കണത് കണ്ടത്? തൻ്റെ കാൽമേൽ വീണടക്കണേ കണ്ടാലേ യുഗാന്തേ ഭാസ്കരം യഥാ. ഈ ലോകം അവസാനിക്കണ കാലത്ത് സൂര്യൻ ഭൂമിയിൽ വീണ് കിടക്കില്ലേ, അതുപോലെ വീണ് കിടക്കുകയാണ് ആര്? സൂര്യൻ ഭൂമിയിൽ വീണ് കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? പറഞ്ഞ് അങ്ങനെ സംഗതി ഉണ്ടാവില്ലെങ്കിലും അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? സൂര്യനേക്കാൾ തേജസ് ഉള്ളതൊന്നും പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അത്രയ്ക്ക് വലിയൊരു തേജസ് നമ്മൾ എവിടെയാണ് കണ്ടത്? ഉയർന്നു പൊങ്ങി ഇങ്ങനെ പോണതേ കണ്ടിട്ടുള്ളൂ. ആ തേജസ് ഇപ്പം നിലത്ത് വീണ് കിടക്കണത് കണ്ടാൽ എങ്ങനെയാണ്? ഇപ്പോൾ രാമൻ്റെ മുമ്പിൽ കിടക്കണം ഭരതൻ അത്രയ്ക്കും തേജസ്വരൂപൻ, നല്ല തേജസ്വിയനെ പറയും ദദരിശരാമോ ദുർദരിശം. നോക്കാൻ വയ്യട്ടോ. എന്താ കാരണം? ദുർദരിശം അത്രയ്ക്ക് തേജസ്സുള്ള സൂര്യനെ പോലെ തേജസ്വിയായ കുമാരനെ അടുത്തേക്ക് വിളിച്ചിരുത്തി അങ്കേ ഭരതമാരോപ്യ. ഭരതനെ മടിയിലിരുത്തി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അടുത്ത് ചേർത്തിരുത്തി വാത്സല്യത്തോടെ അടുത്തേക്ക് ഇരുത്തി എന്നാ പറയും. എന്നിട്ട് ചോദിച്ചു, എന്തുണ്ണി എന്താത്? എന്ത് ചാടി പുറപ്പെട്ട് ഇങ്ങോട്ട് പോരാൻ? കച്ചിത് ധാരേതേ താത രാജായത്വമിഹാഗത. അച്ഛൻ അവിടെ ജീവിച്ചിരിക്കുമ്പം എല്ലാം കൂടി കെട്ടിപ്പറിക്കെടുത്ത് ഇങ്ങോട്ട് പോരേണ്ട വല്ല കാര്യമുണ്ടോ? എന്താത്? കച്ചിന്നദീന സഹസാരാജ്യ ലോകാന്തരംഗത. സാഹസം കൊണ്ട് അച്ഛൻ പോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? പോയിട്ടില്ലല്ലോ ചോദിച്ചാൽ എന്താ അർത്ഥം? ഇങ്ങോട്ട് പോയില്ലല്ലോ എന്ന്. കച്ചിൽ ലോകാന്തരംഗത ഇല്ലല്ലോ, അച്ഛനെ വയ്യായൊന്നും ഇല്ലല്ലോ അല്ലേ? ആര് ചോദിച്ചു? രാമൻ ചോദിച്ചു. ഞാൻ ചോദിക്കുകയാണേ, കച്ചിൽ സൗമ്യ എന്നത്തെ രാജ്യം ഭ്രഷ്ടം ബാലസ്യ ശാശ്വതം. രാജ്യം കയ്യിലെത്തിപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയിട്ടൊന്നും ഇല്ലല്ലോ. അല്ല, ഈ വെപ്രാളത്തിലെ വരവ് കണ്ടപ്പോളേ കച്ചി ശുശ്രൂഷസേതാതപ്പിതു സത്യപരാക്രമ. അച്ഛനെ നല്ലോണം ശുശ്രൂഷിക്കണില്ലേ ഉണ്ണി? വേണ്ട മാതിരിയൊക്കെ അച്ഛനെ വേണ്ട മാതിരി കൊണ്ടാടണല്ലേ? അല്ലേ ദശരഥ രാജാവിന് വിഷമൊന്നും ഇല്ലല്ലോ അല്ലേ? നീ തെളിയിച്ച് പറയണം. അല്ലെ രാജസൂയ അശ്വമേധാനാമ ഹർത്ത. വലിയ രാജസൂയ അശ്വമേധമൊക്കെ ചെയ്ത മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആപത്തും വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ? നോക്കണട്ടോ നല്ലോണം. പിന്നെ എന്താണെന്നറിയോ? ഇക്ഷ്വാകൂണാമുപാധ്യായോ യഥാവൽ താത പൂജ്യതേ. ഇക്ഷ്വാകു മഹാരാജാക്കന്മാരുടെ പരമ്പരാഗത ഗുരുക്കന്മാരായ വസിഷ്ഠ പരമ്പരക്കാര് വേണ്ട മാതിരി ബഹുമാനിക്കപ്പെടണില്ലേ? നീ അയോധ്യാകാന്ഡത്തിലെ 100-ാമത്തെ അധ്യായം മുഴുവനും ഭരതനെ അടുത്തേക്ക് ചേർത്തിരുത്തിയിട്ട് ഓരോന്നോരോന്ന് ചോദിക്കുക. അങ്ങനെ കൊടുക്കണില്ലേ? അങ്ങനെ രാജ്യധർമ്മം മുഴുവൻ ആർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? കുശലം ചോദിക്കുക എന്നാണ് വെപ്പ്. ഈ ചോദിക്കണതിൻ്റെ കൂടെ എന്ത് ഉപദേശം നടക്കേണ്ടത്? ശമ്പളമൊക്കെ കൊടുക്കണില്ലേ പട്ടാളക്കാർക്ക്? അതിൻ്റെ അർത്ഥം എന്താ? പട്ടാളക്കാർക്ക് നേരത്തെ കൊടുക്കേണ്ടതാണത്. അച്ഛനെ നീ നല്ലോണം ശുശ്രൂഷിക്കുന്നില്ലേ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താ? അച്ഛനെ പതിവായിട്ട് ശുശ്രൂഷിക്കേണ്ടതാണ്. അമ്മമാരെയൊക്കെ കണക്കാക്കണില്ലേ ചോദിച്ചാൽ ചെയ്യേണ്ടതാണ്. അതല്ലേ പറയണത്? ഉണ്ണിയെ ഞാൻ ചോദിക്കുകയാണ്, സുധന്വാനമുപാധ്യായം കച്ചിൽ ത്വം താതമന്യസേ. നമ്മുടെ ഗുരുനാഥൻ, നമ്മുടെ മാഷല്ലേ സുധന്വ മാഷ്, അല്ല സുധന്വൻ,
ആ സുധന്യോപ എന്ന് പറഞ്ഞ നമ്മുടെ ഗുരുനാഥനെയൊക്കെ നീ വേണ്ട മാതിരി ബഹുമാനിക്കണില്ലേ ഉണ്ണി? വേണം. എന്താ കാരണം? അവരൊക്കെ കാരണം നമ്മൾ ഇങ്ങനെ ചെയ്ത് അതുകൊണ്ടൊക്കെ മനസ്സിരുത്തണം. പിന്നെ എന്താ ചോദിച്ചാലേ കച്ചിത്തോ സുഹൃതാനേവ കൃതരൂപാനേവ, സൽക്കർമ്മങ്ങളൊക്കെ തന്നെയല്ലേ ഉണ്ണി ചെയ്യണത്. ദുഷ്ടകർമ്മങ്ങളൊന്നും ചെയ്ത് കഷ്ടത്തിലാവണില്ലല്ലോ. അതൊക്കെ ഒന്നും പാടില്ലാത്തതാണ്. പിന്നെ എന്താ ചോദിച്ചാലേ ഈ അനവധി വിഡ്ഢിത്തങ്ങളൊന്നും സേവിക്കണില്ലല്ലോ അല്ലേ. വിഡ്ഢികളെ നമ്മൾ 1000 എണ്ണത്തിനെ കൊണ്ട് നടന്ന് സേവിക്കണേനേക്കാളും നല്ലത് ഒരു ബുദ്ധിമാനെ ആശ്രയിക്കുക നല്ലത്. പണ്ഡിതന്മാര് അതുപോലെ പണ്ഡിതാഹി അർത്ഥകൃച്ഛ്രേഷു കുര്യ നിശ്രേഷമഹൽ, വിദ്വാൻമാരൊക്കെ എന്നും ബഹുമാനിക്കണം കുട്ടിയെ. ഒക്കെ ചെയ്യണില്ലേ? ആര് ചോദിച്ചു? ഭാരതനോട് ചോദിച്ചു. പിന്നെ എന്താ വെച്ചാലേ ഞാൻ ചോദിക്കട്ടെ, കച്ചിൽ ബലസ്യ ഭക്തം, അതായത് ബലവും സൈന്യത്തിനെയൊക്കെ നല്ലോണം രക്ഷിച്ചു പരിപാലിക്കുന്നുണ്ടാവില്ലേ ഉണ്ണിയെ? അങ്ങനെ വേണം. അവർക്കൊക്കെ ശമ്പളം കൃത്യസമയത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുമെന്നറിയും? മുഷിയും. അങ്ങനെ ചെയ്യരുത്. മന്ത്രിമാരെയൊക്കെ കണക്കാക്കി കൊണ്ട് നടക്കണില്ലേ? വേണ്ട മാതിരി അവരെയൊക്കെ വേണ്ട മാതിരി പരിപാലിക്കണം. പിന്നെ വേറൊരു സംഗതി ഉണ്ട്, കച്ചെന്ന ലോകായതിക്കാൻ ബ്രാഹ്മണൻ സ്ഥാത്ത സേവസേ. അതെന്താ അത് ചോദിച്ചു. കച്ചെന്ന ലോകായതിക്കാൻ ബ്രാഹ്മണൻ ഈ ലോകായതികന്മാരെന്ന് പറഞ്ഞാലേ ഈ നാസ്തികന്മാരായിട്ടുള്ള ആൾക്കാരില്ലേ, നാസ്തികന്മാരായിട്ട് ബ്രാഹ്മണ വേഷം കെട്ടി നാസ്തികതയും പറഞ്ഞ് നടക്കണേ നീ വേണ്ട മാതിരി കണക്കാക്കി കൊണ്ടുവരണമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് അവരൊക്കെ പറയുന്നത് കേട്ട് ബഹുമാനിച്ചാൽ പിന്നെ അങ്ങനെ പോകും. നമ്മളും നോക്കി കണ്ട് ഇങ്ങനെ എല്ലാ വിധത്തിലും ഒരു രാജാവിന് കിട്ടേണ്ടതായ ഉപദേശ സമ്പ്രദായങ്ങളെ ഓരോന്നോരോന്നായിട്ട് 100 ശ്ലോകത്തിൽ ആരും ഉപദേശിച്ചു കൊടുത്തു. രാമൻ കുശലം ചോദിക്കേണ്ടായത്. അതുകൊണ്ട് ഇങ്ങനെ കുശലം ചോദിക്കണ കൂട്ടത്തിൽ പറയണേ അങ്ങനെ ചെയ്യണില്ലല്ലോ, അങ്ങനെ എന്നിട്ട് പറഞ്ഞു കച്ചിൽ സ്വാദുകൃതം ഭോജ്യം ഏകോ നശ്നാസി രാഘവ. സ്വാദുള്ള വസ്തു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണില്ലല്ലോ. അത് ചോദിച്ചു. അതെന്താ അത്? അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാണ്. അത് മഹാഭാരതത്തിൽ പറയും. എന്താ? ഏകസ്വാദെന്ന ഭുഞ്ചിയാൽ, ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് സ്വാദുള്ളത് കഴിക്കരുത്. എന്ത് കിട്ടിയാലും ആർക്ക് കൊടുക്കണം? എല്ലാവർക്കും. അത് കുട്ടിക്കാലത്തെ പഠിപ്പിക്കണം നമ്മളല്ലേ. അങ്ങനെ ശീലം. അത് പണ്ടൊക്കെ അങ്ങനെയല്ലേ, എന്ത് കിട്ടിയാലും എല്ലാവർക്കും കൊടുത്ത് ലേശാണെങ്കിലും അങ്ങനെയൊക്കെ ഒരു. ഇന്നൊന്നും അങ്ങനെയൊന്നും പതിവില്ല പൊതുവേ അല്ലേ. അതൊക്കെ കുട്ടിക്കാലത്ത് ശീലിപ്പിക്കണം നമുക്ക് കുട്ടികളേക്ക്. എന്നാലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തും വാങ്ങിയും കഴിച്ചും. പണ്ടൊക്കെ 10, 12, 13 ഒക്കെ ഉണ്ടാവും. എന്ത് ആരോലപ്പല്ല ആരോലപ്പാണെന്ന് കുട്ടികൾ കുടുംബത്ത് സന്താനങ്ങളെ. അപ്പോഴാണ് ആരെങ്കിലും ഇരുന്ന് വരുമ്പോൾ 5, 6 അപ്പൊക്കെ കൊണ്ടുവരുള്ളൂ. ഇത് പറഞ്ഞാൽ 12 എണ്ണം ഉണ്ട് ഇവിടെ. ഓരോന്ന് തികയില്ല. എന്നാലും അവിടെ തർക്കമില്ല, ശണ്ഠയില്ല, ശുണ്ഠില്ല, അടിപിടിയില്ല, ക്ലേശമില്ല, ഏറ്റക്കുറച്ചില്ല, ഒന്നുമില്ല. എല്ലാവരും എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാൾ ഇളയതാവും ഭാഗം വയ്ക്കുക. എന്ത് ഏറ്റവും ഇളയത്. എന്നിട്ട് വലിയേട്ടൻ അവിടെ ഉണ്ടാവില്ല. വലിയ കല്ലെങ്കിലും പൂജക്കേക്കാനും പോയിട്ടുണ്ടാവും. ഇത് വലിയേട്ടൻ്റെ ഭക്ഷണം, ഞാൻ നോക്കിക്കോളാം. അതങ്ങനെയാണ്. ഇത് ഓപ്പളൊക്കെ ആരൊക്കെ? വലിയ ഓപ്പളില്ലേ? സാവിത്രി ഓപ്പളൊക്കെ വലിയ ഭക്ഷണത്. ഇത് ഉണ്ണിക്ക് ഉള്ളവർക്കൊക്കെ കൊടുക്കും. എന്നിട്ട് ഈ വലിയേട്ടൻ്റെതും ഓപ്പളുടെയൊക്കെ ആരും സൂക്ഷിച്ചു വെക്കും? ഇളയ ഉണ്ണിയെ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് ഓപ്പളും വലിയേട്ടനൊക്കെ വന്നാൽ ഓപ്പളേ എന്താ ഉണ്ണിയെ ഓപ്പളൊക്കെ അച്ചോള് വരുമ്പോൾ കൊണ്ടുവന്നാണ് എന്ന് പറഞ്ഞ് നടക്ക് കൊടുക്കും. ഓപ്പളൊക്കെ അങ്ങോട്ട് കൊടുക്കും. ഓപ്പള് ബാവായി നിന്ന് നുള്ളിയിട്ട് ഉണ്ണി കഴിച്ചോളൂ. എന്തൊരു സന്തോഷം. അതിനാണ് സൂക്ഷിച്ചത്. എന്തായാലും അതിനുണ്ടാവുമല്ലോ. നമ്മൾ ഈ വെയിറ്റിംഗ് ചാർജ് കൊടുക്കണമല്ലോ ഓട്ടോറിക്ഷയ്ക്ക്. അതുപോലെ എന്ത് ചെയ്യും? അത് സന്തോഷമാണിതേ. അല്ല, ആ സമയത്തിന് എടുത്ത് അങ്ങോട്ട് മുഴുങ്ങിയപ്പോൾ ഈ ഓപ്പള് പറയൊന്നുമില്ല. എന്നാൽ അങ്ങനെയല്ല. അത് സൂക്ഷിച്ച് വെച്ച ഓപ്പളൊക്കെ കൊടുത്തിട്ട് സന്തോഷത്തോടെ ഓപ്പളത് തന്നിട്ടേ കഴിക്കുള്ളൂ. വലിയേട്ടൻ അങ്ങനെ തന്നെയാണ്. അവരെ കുറച്ച് വലിയ മുതിർന്നവരല്ലേ. അവർക്കൊന്നും കുട്ടികളുടെ മാതിരി ഉള്ള ബുദ്ധിയല്ലല്ലോ, മുതിർന്ന ആൾക്കാരായതുകൊണ്ട്. എന്തല്ലേ സ്നേഹം, എന്താണ് ആ ബന്ധം. അതുകൊണ്ട് 12, 15 ഒക്കെ പണ്ടുണ്ടെങ്കിലും നല്ല സ്നേഹമായിരുന്നു പരസ്പരം. ഇപ്പോൾ 1, 2 ഒക്കെ ഉള്ള ദിക്കലേക്ക് നമ്മൾ പോകുമ്പോൾ 2 പൊതിയില്ലാണ്ട് പോയാൽ പിന്നെ കണ്ണൂർക്ക് പോകാൻ തയ്യാറായിട്ട് പോയിക്കോളൂ. എന്തിനാ കണ്ണൂർ? 2 എണ്ണമുള്ള ദിക്കലേക്ക് 2 പൊതിയില്ലാതെ 1 പൊതിയായിട്ട് പോയി എങ്ങനെ ഉണ്ടാവും? എന്താ അവിടെ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ഈ പങ്കിടുക എന്നുള്ളതിനെക്കുറിച്ച് വലിയ പങ്കിട്ടിട്ട് ആണ് സംവിഭാഗം ചെയ്യുക. മഹാഭാരതത്തിലൊക്കെ പറയുന്നത് സംവിഭാഗം ചേർത്ത് എന്താ? എന്തും നമ്മൾ പങ്കിട്ട് കഴിക്കുക. അതൊരു വലിയ നിസ്സാരമായൊരു വസ്തുവാണെങ്കിലും നമ്മൾ കുട്ടിക്കാലത്തെ ശീലിക്കണം. എന്ത്? ഒറ്റയ്ക്ക് കഴിക്കരുത്. എല്ലാവർക്കും ധാരാളം കഴിച്ച് വിശപ്പ് മാറാനും ഒന്നുമല്ല. എന്നാൽ അതൊരു സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പകർച്ചയാണത്, പകർന്നു കൊടുക്കലാണത്. അതുകൂടി അതിലുണ്ട്. അങ്ങനെ തന്നെയല്ലേ പതിവ്. മിഠായി ഒന്നേ ഉള്ളൂ, പക്ഷേ അത് 12 ആളെ കൂടി പൊട്ടിച്ചിട്ട് എന്നാലും അതിന് രുചി കൂടും. മറ്റേ ഒറ്റയ്ക്ക് മുഴുങ്ങിയാൽ ഒരു രസവും ഉണ്ടാവില്ല. അതാണ് ചോദിച്ചത്. കച്ചൽ സ്വാദുകൃതം ഭോജ്യമേകോ നശ്നാസി രാഘവ. അതാണ്. അങ്ങനെ ചെയ്യണില്ലല്ലോ. അതൊക്കെ നിസ്സാരാണെന്ന് നമുക്ക് തോന്നും. അക്കാലത്ത് അതൊക്കെ ഒരു വലിയ നന്മയുടെ ആശയമായിരുന്നു.
അതൊരു വലിയ കാര്യം തന്നെയാണ്. അതാ ചോദിച്ചു. അങ്ങനെ ഓരോന്ന് ചോദിച്ചു. ഇങ്ങനെയുള്ള ഇതൊക്കെ ചോദിച്ചിട്ട് രാജാതുധർമ്മേണ ഹി പാലയിത്വാ മഹാമതിർദണ്ഡധര പ്രജാനാം അവാപ്യ കൃഷ്ണാം വസുധാം യഥാവൽ ഇതശ്ചുത സ്വർഗമുപൈതി വിദ്വാൻ. അങ്ങനെയല്ലേ പതിവ്. രാജാക്കന്മാരൊക്കെ അങ്ങനെ ലോകത്തിലെല്ലാ നന്മകളും ചെയ്ത് ലോകരെയൊക്കെ അനുഗ്രഹിച്ച് യജ്ഞയാഗാദികളൊക്കെ ആഹരിച്ച് കൊണ്ടുവന്ന് നടത്തി വലിയ യോഗ്യമായിട്ട് രാജാക്കന്മാർ സ്വർഗതി നേടി പോവുകയല്ലേ ഉണ്ണി പതിവ്. അങ്ങനെയൊക്കെ തന്നെയല്ലേ നീയും ആ വഴി കൂടെയൊക്കെ തന്നെയല്ലേ പോണത് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ രാമസ്യ വചനം ശ്രുത്വ ഭരത പ്രത്യുവാച. രാമൻ്റെ ഇത്രയും നേരം ഒറ്റശാസ്ത്രമുള്ള ചോദ്യം മുഴുവനും ഇങ്ങോട്ട് കേട്ടിട്ട് ഭരതൻ മറുപടി പറഞ്ഞു, ജ്യേഷ്ഠ ഒന്നും പറയാനില്ല എനിക്ക്. എന്താ നിശ്ചണ്ടോ ഞാൻ പറയാച്ചാൽ നമ്മുടെ അച്ഛൻ രാജാനം മാനുഷം. ആ രാജാവ് അച്ഛൻ എന്തുണ്ടായേ ചോദിച്ചാൽ പറയും, അദ്ദേഹതാ എങ്ങോട്ട് പോയി, എല്ലാ യോഗ്യന്മാരായ മഹാത്മാക്കളും പോണ ദിക്കിലേക്ക് നമ്മുടെ അച്ഛൻ പോയി ജ്യേഷ്ഠ. അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്, ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാം അച്ഛൻ്റെ മഹിമയെന്ന് അച്ഛൻ സ്വർഗതി നേടി എന്ന് പറഞ്ഞപ്പം ഇത് കേട്ടപ്പോഴേക്ക് എന്താണ്ടായെന്നറിയൂ. രാമൻ ഇത്രയും കാലമായിട്ട് അറിയാത്തൊരു വിഷയമാണ്. അച്ഛൻ മരിച്ചുപോയി എന്നുള്ള കഥ അറിയില്ല. കാട്ടിൽ താമസിക്കുക കാരണം ഭരതൻ നാട്ടിൽ വന്നപ്പോൾ അത് അറിഞ്ഞില്ലല്ലോ. ഇത് കേട്ടപ്പോഴേക്ക് ഉത്തിഷ്ഠ പുരുഷവ്യാഘ്ര, രാജാവ് മരിച്ചുപോയി ആണ്. ദുഃഖശോകാഭിഭൂതസ്തു രാജ ത്രിദിവം ദേവലോകം അഭ്യഗാത്, സ്വർഗത്തേക്ക് പോയി എന്ന് കേട്ടപ്പോൾ ഒന്നും മിണ്ടാൻ സാധിക്കാതെ കണ്ട് ഭരതൻ്റെ മുമ്പിൽ ആര് ബോധം കിട്ടു വീണു? രാമൻ മോഹാലസ്യപ്പെട്ട് വീണപ്പം ഭരതൻ വെള്ളവും കൊണ്ടുവന്ന് തളിച്ച് മുഖത്ത് തളിച്ചിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ എഴുന്നേൽക്കൂ, വീഴല്ല വേണ്ടത്, ഇനി എന്താ വേണ്ടത്? അതുകൊണ്ട് ക്രിയതാമുദകം പിതോ, അച്ഛന് ക്രിയ ചെയ്തോളൂ. അച്ഛന് ക്രിയ ചെയ്യേണ്ടത് ജ്യേഷ്ഠനാണ്. അഹം ചായം ച ശത്രുഘ്ന പൂർവമേവ കൃതോദകോ, ഞാനും ശത്രുഘ്നും ആദ്യേ ചെയ്തിട്ടുണ്ട്, ഞങ്ങളല്ല ചെയ്യേണ്ടത്, മൂത്ത പുത്രനാണ് ചെയ്യേണ്ടത്, ഏട്ടനാണ് അതൊക്കെ ചെയ്യേണ്ടത്, അതുകൊണ്ട് ചെയ്തോളൂ എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്ക് എന്താ അച്ഛൻ്റെ പിണ്ടം കഴിക്കാൻ പറയാനേ വന്നിട്ട് കേട്ടിട്ട് സഹിച്ചില്ല. ദുഃഖത്തോടു കൂടി കുറെ കരഞ്ഞും നിലവിളിച്ചും പ്രഗൃഹ്യരാമോ ബാഹൂവൈ പുഷ്പിതാഗ്രോ യഥാദ്രുമ വനേ പരശുനാകൃതസ്തഥാ ഭുവി പപാത. പൂത്ത് നിൽക്കണ ഒരു മരം, കാട്ടിലെ നിറയെ പൂക്കൾ, എലിയില്ലാത്ത മറ്റൊരു നിറയെ പൂത്തിരിക്കുന്ന ഒരു മരം, മഴ അല്ലെങ്കിൽ കാറ്റത്തോ മഴ കൊണ്ട് വെട്ടി അങ്ങോട്ട് വീഴ്ത്തിയ പൂവോട് കൂടിയ മരം എങ്ങനെയാണ് വീഴുക? അതുപോലെയാണ് രാമൻ വീണത്. അങ്ങനെ വീണ് പതിച്ച് കഷ്ടത്തിലായി എന്ന് മാത്രമല്ല, അങ്ങനെ അവർ സങ്കടപ്പെട്ടു. അച്ഛനെ പിണ്ടം കഴിക്കുമെന്ന് പറഞ്ഞപ്പം ഇവർ നാലാളും കൂടി അങ്ങോട്ട് പോയി പുഴയിലേക്ക് ചെന്ന് തൊട്ട് താഴെ മന്ദാകിനിയില്ലേ അങ്ങോട്ട് ചെന്ന് അവിടെ ആനയെ എങ്കുതി പിണ്യാകം ചീരമാഹര ചോത്തരം ജലക്രിയാർത്ഥം താതസ്യ ഗമിഷ്യാമി മഹാത്മന. ആനയെ ഇങ്കുതി പിണ്യാകം എന്നാ പറഞ്ഞാലേ ഓടൽക്കൊരു പിണ്ണാക്ക്. എന്താണ് പിണ്യാകം എന്ന് പറഞ്ഞാൽ? പിണ്ണാക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നമ്മൾ പിണ്ണാക്ക, കൊപ്ര പിണ്ണാക്ക്, എള്ളിൻ്റെ പിണ്ണാക്ക്, പിന്നെ കടലയുടെ പിണ്ണാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പശുവിനൊക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പിണ്ണാക്ക് പറയില്ലേ? ആ സാധനത്തിന് പിണ്യാകം എന്നാണ് സംസ്കൃതത്തിൽ പറയുക. ആനയ കൊണ്ടുവരൂ, എന്ത് ഇങ്കുതി പിണ്യാകം ചീരമാഹര, ചീരം ഒരു മരവിരിയും കൊണ്ടുവരൂ. എന്താണ് എനിക്ക് ക്രിയ ചെയ്യാനേ മാറ്റി കൊടുത്ത് മൂയും കുളിച്ച് മാറ്റി കൊടുത്ത് ക്രിയ ചെയ്യാനായിട്ടൊരു മരവിരിയും കൊണ്ടുവരൂ. ജലക്രിയാർത്ഥം, ജലക്രിയ ഉദകക്രിയയ്ക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് അവർ ആ പുഴയിലേക്ക് ഇറങ്ങിപ്പോയി. നാലാളും കൂടി ഇറങ്ങിപ്പോയി. ഇവർ നാലാളും കൂടി ഇറങ്ങിപ്പോയി ചെന്ന് എന്താണ്ടായിച്ചാൽ പിണ്ടം വെച്ചു. ദർഭയൊക്കെ വെച്ച് അതിലേക്ക് ക്രിയയോട് കൂടിയിട്ട് അച്ഛനെ പിണ്ടം വെച്ചിട്ട് ആ പുഴയുടെ കരയിൽ പിണ്ടം വെച്ചു. എന്നിട്ട് അവർ പറയും ചെയ്തു, ഇതം ഭുങ്ക്ഷ്വ മഹാരാജ്യ പ്രീതോ യദശനാവയം യദന്നം പുരുഷോഷ്ണാദി തദന്യാസ്തസ്യ ദേവതാഹം. എന്നിട്ട് അവർ ഈ ഇങ്കുതി പിണ്യാകം കൊണ്ടാണ് പിണ്ടം വെച്ചത്. ആലോചിച്ചൊക്കെ ഒരു വലിയ മഹാരാജാവിന് പിണ്ടം വെച്ചത് ആ പിണ്ണാക്കൊണ്ട് എങ്ങനെയുണ്ട്? ഓരോരുത്തരുടെ ഗതിയുടെ കഷ്ടമാണ്. അപ്പം ഈ ഭരതനോട് കൂടി രാമൻ പറഞ്ഞത് എന്താണെന്നറിയോ? മഹാരാജാവേ, അങ്ങ് സന്തോഷത്തോട് കൂടിയിട്ട് ഈ പിണ്ടം അനുഭവിക്കണം. എന്താ കാരണം? യദന്നം പുരുഷോഷ്ണാദി, ഓരോരുത്തരും എന്താണോ കഴിക്കുന്നത് അതാണ് എന്ത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അവരുടെ പിതൃക്കളെയും ദേവതകളെയും
പ്രസാദിപ്പിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്തൊക്കെ, കേരളത്തിൻ്റെ പുറത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ പിണ്ടം വയ്ക്കാൻ വല്ല പുണ്യസ്ഥാനത്തൊക്കെ പോയി പിണ്ടക്രിയയ്ക്ക് പുറപ്പെടുമ്പം അവിടുത്തെ പുരോഹിതന്മാർ ചോദിക്കും, നിങ്ങൾ എന്താ ആഹാരം കഴിക്കണവരാണ്? അരി ആഹാരമാണോ കഴിക്കണത്, ഗോതമ്പ് ആഹാരമാണോ കഴിക്കണേന്ന് ചോദിക്കും ചില ദിക്കിലൊക്കെ പോയാൽ. അപ്പം നമ്മൾ പറയും നമ്മൾ അരി ആഹാരമാണ് കഴിക്കണേ പറഞ്ഞാൽ അവർ കുറച്ച് താമസമുണ്ട്, അരി വേവാൻ താമസമുണ്ട്. എന്തുണ്ടെന്ന്? അരി വേവനടുത്തോളം താമസം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ അരി ആഹാരം ഉണ്ണണവരാണെങ്കിൽ അവർ അരി വേവിച്ച് ചോറുണ്ടാക്കിയിട്ട് വേണം പിണ്ടം വയ്ക്കാൻ കൊണ്ടുവരാൻ. ഗോതമ്പിൻ്റെ അച്ഛൻ അവിടെ പതിവുള്ളതുകൊണ്ട് അത് പിന്നെ വേവിക്കുന്ന വേണ്ടി അവർ കൊണ്ടുവരും. ഗോതമ്പ് വെച്ചാൽ ഉത്തര ഭാരത സമ്പ്രദായത്തിൽ ആഹാരം കഴിക്കണം. നമ്മൾ ദക്ഷിണേന്ത്യക്കാരായതുകൊണ്ട് നമ്മൾ നല്ലോണം ചോറല്ലേ ഉണ്ണുക. ചപ്പാത്തി പിന്നെ വൈകുന്നേരമല്ലേ പതിവ് ഇല്ലേ? അത് നമ്മുടെ ദേശീയ ആഹാരമല്ല. എന്ത് ഈ ഗോതമ്പിൻ്റെ ആഹാരം പൊതുവെ ഊണഴിക്കല്ലേ നമുക്ക് പതിവ്. അപ്പം അതുകൊണ്ടാണ് വെച്ചാൽ അത് പറഞ്ഞത് എന്താ ചോദിച്ചാൽ, നമ്മൾ എന്താ ആഹാരമാണോ കഴിക്കുന്നത് ആ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചാണ് നമ്മുടെ എന്തുണ്ടാവുക, ശരീരവും വാസനയൊക്കെ ഉണ്ടാവുക. അത് മലയാളി ഈ കുട്ടിക്കാലത്തെ ചോറുണ്ട് അങ്ങനെ ഊണ് കഴിച്ച് അങ്ങോട്ട് ശീലമാവുകൊണ്ട് നമ്മുടെ ശരീരം ഈ ഊണായിട്ട് ബന്ധപ്പെട്ട ശരീരം ആയതുകൊണ്ട് എവിടെ ചോറ് കണ്ടാലും നമുക്ക് കൈ കഴുകിയിരിക്കാൻ തോന്നും. എന്താ കാരണം? പരിഹാസം പറഞ്ഞതല്ലേ. നമുക്കിനി 25,000 ചപ്പാത്തി കൊണ്ടുവന്ന് മുമ്പിൽ വിളമ്പിയാൽ അതിലും വീണ് ശ്വാസം മുട്ടി ചത്താലും നമ്മൾ എന്ത് തിന്നില്ല? അപ്പുറത്ത് ചോറ് കണ്ടാൽ അത് നല്ലോണം ഓരോ കൂട്ടി ഉണ്ണാൻ തോന്നും. കുറ്റം പറഞ്ഞതല്ലേ. അത് നമ്മുടെ ഒരു കുട്ടിക്കാലത്ത് മലയാളക്കാരുടെ തെക്കൻ നാട്ടുകാരുടെ ഒരു അങ്ങനെ നമ്മൾ ശീലിച്ചത് അങ്ങനെയല്ലേ. നമ്മുടെ നാട്ടിൽ 6-ാം മാസത്തിൽ നമ്മൾ എന്ത് കൊടുക്കുക എന്നാ പറയുക? ചപ്പാത്തി കൊടുക്കേ. കുട്ടിക്ക് ചപ്പാത്തി കൊടുക്കാറായി എന്ന് പറഞ്ഞിട്ട് അമ്പലത്തേക്ക് കൊണ്ടുപോവുക. എന്ത് കൊടുക്കുക? അന്നപ്രാശം ചോറൂണ അങ്ങനെയല്ലേ പതിവ്. അങ്ങനെ ചോറ് അന്ന് 6-ാമത്തെ മാസം തൊട്ട് പിന്നെ നമ്മൾ ഇന്ന് ഈ നേരം വരെയോളം നമ്മൾ മുട്ടാണ്ട് ചെയ്തൊരു പണി എന്താ? ഒരു തടസ്സമില്ലാത്ത ചെയ്തത് കുളിക്കേ. നല്ല കാര്യം, കുളിക്കുക അത്രേ. അതൊക്കെ പിന്നെ ശരിയല്ലേ. ഇത് ആ കുളി ദേവാരം ഒന്നും ഇല്ലെങ്കിലും നമ്മൾ മുട്ടാതെയും തട്ടാതെയും എന്തൊക്കെ എത്ര നേരം തെറ്റിപ്പോയാലും നമ്മൾ എന്ത് ചെയ്യും? ഉച്ചയ്ക്ക് ഉണ്ണാൻ പറ്റില്ല, 4 മണിക്ക് 2 പറ ഇരുന്നു എന്നാലും നമ്മൾ മുടക്കില്ല. ആ കുറ്റം പറഞ്ഞതല്ലേ. അത് നമ്മുടെ ഒരു വാസന. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഊണ് കഴിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയൂ? പ്രധാന ആഹാരം കഴിക്കുക എന്നർത്ഥം. മനസ്സിലാവുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഊണഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിനി വേറെ എത്ര കണ്ട് വയറ് നിറച്ച് കഴിച്ചാലും ഊണഴിച്ചില്ലേ? ഇല്ല, ഉണ്ടില്ല, ഞാനൊരു 500 ചപ്പാത്തി തിന്നുള്ളൂ. അയ്യോ പാവോ, വിശക്കുണ്ടാവും. എന്ത് അങ്ങനെ വിശക്കൊന്നുമില്ല. എന്നാലും നമുക്കൊരു അങ്ങനത്തെ ഒരു കാരണം വാസനയാണ്. വാസന വെച്ചാൽ ജന്മവാസനയാണ്. ഈ ഉത്തരേന്ത്യക്കാരനായിട്ടുള്ള ആളുണ്ടാവുമല്ലോ, അദ്ദേഹം കുട്ടിക്കാലത്ത് ഈ ഗോതമ്പ് ആഹാരങ്ങൾ ധാരാളം കഴിച്ചിട്ട് അരി കുറച്ചുകൊണ്ടിട്ട് ശീലിച്ച ആളായതുകൊണ്ട് അദ്ദേഹത്തിന് മലയാള നാട്ടിൽ എന്തോ ജോലി കിട്ടി വന്നു. ഇവിടെ വന്നിട്ട് നമ്മളെന്ത് ചെയ്തു? നമ്മളാണെങ്കിൽ ആ നല്ല 1-ാം തരം നെല്ലിൻ്റെ അരി കൊണ്ട് 2 പറ ചോറുണ്ടാക്കിയിട്ട് ഒരു 25 ലിറ്റർ കൂട്ടാനും കൊണ്ട് വിളമ്പി കൊടുത്തു. അത് അദ്ദേഹം ഇരുന്നേരിപ്പിന് മുഴുവനും അങ്ങോട്ട് ഉണ്ടിട്ട് പൂമുഖത്തെ പടിയുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് മുഖം എന്താ അങ്ങക്ക് സുഖമായില്ലേ? എന്താ ഒരു തൃപ്തിയില്ലായ? എന്തോ ഒരു വിഷമമുണ്ടല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, ചപ്പാത്തി തിന്നായോണ്ടാവും. എന്ത് ഈ 2-3 പറ ചോറുണ്ടിട്ട് ഒന്നും ആയിട്ടില്ല അത്രേ. അപ്പം വിശപ്പ് മാറായോ വയറ് നിറയായോ അല്ല. പക്ഷെ എന്താ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാസനാസിദ്ധമായ ആഹാരം അത് പ്രധാനമാണ്. കുറ്റം പറയല്ല. അപ്പം നമ്മൾ അങ്ങനെ ശീലിച്ചു. ഇനിയിപ്പം നമ്മൾ പോയിട്ട് ഉത്തരേന്ത്യയിലൊക്കെ എങ്ങാനും കുട്ടിക്കാലം മുതലേ നമ്മുടെ അച്ഛനമ്മയും പോയി താമസിച്ച് അങ്ങനെ ഇരിക്കുന്ന കാലത്ത് അവിടെ നമ്മളെ പെറ്റത് കൂട്ടിക്കോളൂ. നമ്മൾ അന്നേ ഗോതമ്പ് തിന്ന് ശീലമായ പിന്നെ നമ്മൾ പിണ്ണം വയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? അരി വെക്കാനൊന്നും പറയരുത്. എന്താ ഗോതമ്പന്നെ മതിയാവും. അത് നമ്മുടെ നാടിൻ്റെ ഒന്നല്ല, എവിടെ വെച്ചാൽ അവിടെ അങ്ങനെ ശീലിക്കുമല്ലോ. ഇപ്പോൾ ഓരോ നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ സമ്പ്രദായത്തിൽ ആഹാരമൊക്കെ കഴിച്ച് ശീലിക്കില്ലേ? നമ്മുടെ ഇവിടുത്തെ മാതിരി ആവില്ല. അത് തെറ്റായിട്ട് പറയില്ല. അപ്പം അങ്ങനെയൊരു അപ്പം ആരെന്താ ആഹാരമാണോ ശീലിച്ചത് കഴിച്ചിട്ട് അവർക്ക് ക്രിയ ചെയ്യുമ്പം അവരുടെ ദേവതയും അവരുടെ പിന്നെ പിതൃക്കളെയൊക്കെ പ്രീതിപ്പെടുത്തുമ്പോൾ ആ ആഹാരം കൊണ്ട് വേണം പ്രീതിപ്പെടുത്തും. അതെപ്പോഴും അങ്ങനെയാണ്. സാത്വികമായിട്ട് ഉള്ള ആഹാരമൊക്കെ കഴിക്കണവർ അവരുടെ പിതൃക്കളെയും ദേവതമാരെയും സാത്വികമായിട്ട് ഭജിക്കണം. അങ്ങനെയുണ്ട്. അതിൽ തെറ്റ് പറയാൻ വയ്യ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കുടുംബത്തേക്ക് ഒരാൾ വന്ന് എന്താ കൊടുക്കുക? പെട്ടെന്ന് ഇപ്പം നമ്മുടെ കുടുംബത്തേക്ക് ഒരാൾ വന്നു, ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഒരാൾ വന്നു, നമ്മൾ എന്ത് കൊടുക്കും? നമ്മളെന്താണോ ഉച്ചയ്ക്ക് ഉണ്ണാൻ തരാക്കിയത് അത് അദ്ദേഹത്തിന് വിളമ്പി കൊടുക്കും. എന്നിട്ട് പറയുകയും ചെയ്യും, ഒക്കെ കൂട്ടാനൊക്കെ ഒരു വകയെ ഇരിക്കും അല്ലേ? എന്താ എന്നൊക്കെ പറയും നമ്മളാവും. അങ്ങനെയൊക്കെ ഉണ്ട്.
പക്ഷെ നമ്മൾ തൽക്കാലം ഉണ്ടാക്കിയ കൂട്ടാനും ഉപ്പേരിയും അതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അതാണ് നമ്മൾ കൊടുക്കുക അദ്ദേഹത്തിന്. പക്ഷെ അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതല്ലേ നമ്മുടെ അതിഥി എന്ന് പറഞ്ഞ ദേവതയ്ക്ക് നമ്മൾ കൊടുക്കണത്. അതങ്ങനെ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുക. പിന്നെ നമ്മൾ തലേന്നാളൊക്കെ പറഞ്ഞു വന്ന ഒന്ന് മനസ്സിരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ മനുഷ്യ കഴിക്കാൻ കൊള്ളാത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ അദ്ദേഹം അതൊക്കെ കഴിച്ചിട്ട് അസലായി എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് വരില്ല, ആ അപ്പമൊക്കെ പോവും. ശരി. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു സൽക്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ചെന്നാൽ അവരുടെ ഒരു സമ്പ്രദായത്തിലുള്ള ആഹാരം കഴിക്കുമ്പം അതാണ് ശരിയായ സ്വാഭാവിക സൽക്കാരം. അല്ലാതെ നമ്മുടെ തന്നെ തന്നാൽ ശരിയാണ്. പണ്ട് ഹോട്ടലിൽ അങ്ങാടി കൂടി ഇങ്ങനെ പോകുമ്പോഴേ ഉച്ച നേരത്തെ ഹോട്ടലിൻ്റെ മുമ്പിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഹംലി മീൽസ്. അപ്പം ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അപ്പം തിരുമേനി കയറിയിട്ട് എന്ത് ചെയ്തു, ഹോട്ടലുകാരനോട് ചോദിച്ചു, എന്താണോ ഈ എഴുതിയതൊന്ന് ഭാഷയാക്കുക എന്ന് പറഞ്ഞു. എന്ത് എഴുതിയത്? അപ്പം അദ്ദേഹം പറഞ്ഞു ഹോംലി മീൽസ് എന്നാ, ഭാഷയാക്കടോ എന്നും പറഞ്ഞു. അത് ഇല്ലത്തെ പോലെ ഊണാണ് ഇവിടെ നിന്നാണ് എഴുതിയത് എന്നും പറഞ്ഞു. അപ്പം തിരുമേനി പറഞ്ഞു എന്നാൽ ശരി, ഞാൻ അടുത്ത ഹോട്ടലിൽ കയറി ഉണ്ടോളാം എന്നും പറഞ്ഞു. ഒന്ന് മാറി ഉണ്ണാനാണ് ഇറങ്ങിയതേ. ഇവിടെ ഇല്ലത്തെ പോലെ പിന്നെ ഇവിടേക്ക് വരണം, അവിടെ നിന്ന് ഉണ്ടാ പോരെ, എവിടെ നിന്ന് നല്ല കാര്യമായിപ്പോയി. എന്നെ ഒരേ ജാതി ഉണ്ട് എടുത്തിട്ടാണ് എന്നൊക്കെ പറയില്ലേ. എന്നുവെച്ചാൽ അർത്ഥം അങ്ങനെ സൽക്കരിക്കുക. അപ്പം അവനവൻ എന്താ ഉണ്ണണത്, അവനവൻ എന്താണ് ആഹരിക്കുന്നത്, അതാണ് അവനവൻ്റെ ദേവതമാർക്കും അവനവൻ്റെ പിതൃക്കൾക്കും കൊടുക്കേണ്ടത്. ഇതാണ് സമ്പ്രദായം. അതുകൊണ്ട് എന്തേ വേണ്ടു. അങ്ങനെ ഇപ്പോൾ പിണ്ണാക്കെന്ന് പറഞ്ഞാൽ ഇതല്ലേ ഇപ്പോൾ ഇവിടുത്തെ ഇങ്കുതി പിണ്യാകം. അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കഥ എന്നും പറഞ്ഞിട്ട് സമർപ്പിച്ചു. അതുകൊണ്ട് ഇവരെന്തേ ചെയ്തു വെച്ചാൽ ഈ പിണ്ടം വെപ്പൊക്കെ അങ്ങോട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം അച്ഛന് പിണ്ടം വെച്ച് തൊഴുതപ്പം അപ്പോഴാണ് അച്ഛൻ്റെ ഓർമ്മ ഇങ്ങോട്ട് വന്നത്. കാരണം അവർ വലിയ ബലവാന്മാരായ കുമാരന്മാരാണെങ്കിലും അവർ പരസ്പരം ഉണ്ണി ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എല്ലാവരും ഉണ്ട് തൻ്റെ മുമ്പിൽ. എല്ലാവരും ഇങ്ങനെ പരസ്പരം ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് ഉറക്കെ അങ്ങോട്ട് അലറി അങ്ങോട്ട് നിലവിളിച്ചു. പിടികിട്ടാത്തൊരു നിലവിളി ഉണ്ടല്ലോ, സങ്കടം പിടിച്ചാൽ കിട്ടായ ഉറക്കെ നിലവിളിച്ചപ്പം വല്ലാത്തൊരു ശബ്ദം കാട്ടിലിങ്ങനെ മുഴങ്ങി. കാട്ടിലൊരു മുഴക്കണ്ടാവുമല്ലോ, മുഴങ്ങി. ഈ മുഴങ്ങിയപ്പം ഈ ശബ്ദം ദൂരെ നിർത്തി പോന്നിട്ടുണ്ടാരേ, പട്ടാളക്കാരൊക്കെ ദൂരെ നിർത്തി പോകുന്നതാണ്. അതുപോലെ ഇപ്പം അമ്മയും വസിഷ്ഠ മഹർഷിയും അദ്ദേഹത്തിന് അത്തേമാരുകളൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പം ഈ ഉറക്കെ ഇവർ നിലവിളിക്കുന്ന ശബ്ദം ഇങ്ങോട്ട് കേട്ടപ്പം വിജ്ഞായത് മൂലം ശബ്ദം ത്രസ്ത ഭരത സൈനികാഹ, ഭരതൻ്റെ പട്ടാളക്കാർ ഈ ശബ്ദം കേട്ട് ഞെട്ടിപ്പോയി, പേടിച്ചുപോയി. അപ്പം ആരൊക്കെയോ പറഞ്ഞു, എന്താണ്ടായെന്നറിയോ, രാമേണ ഭരത സംഗതോ ധ്രുവം. എന്താണ് പറഞ്ഞ മറുപടി? രാമേണ ഭരത സംഗതോ ധ്രുവം, ഭരതൻ രാമനെ കണ്ടു ഉറപ്പ്. എന്താ ആണ് എൻ്റെ തർജ്ജമ. ഭരതൻ രാമനെ കണ്ടു ഉറപ്പ്, അതാണ് ആ ശബ്ദം എന്നും പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ എന്ത് ചെയ്തില്ല, കാത്തു നിന്നില്ല. എല്ലാവരും കൂടി എങ്ങോട്ട് നടന്നു, ഈ രാമൻ്റെ അല്ലെങ്കിൽ രാമൻ ഇരിക്കണമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്താണ്ടായത്, ഇവർ ചെന്ന് കണ്ട് തൊഴുമ്പോഴും അതിൻ്റെ പിന്നാക്കം തൊട്ട് പിന്നാക്കം വസിഷ്ഠ പുരതകൃത്വ ദാരാൻ ദശരഥസ്യ ച അഭിചക്രാമതം ദേശം രാമദർശന ഹർഷിത. അപ്പോഴേക്ക് തൊട്ട് പിമ്പിൽ ആരെത്തിയിട്ടുണ്ട്? വസിഷ്ഠർ. എങ്ങനെയാണ് വന്നത് നോക്കൂ. കൃത്വ ദാരൻ പുരതകൃത്വ, രാജാവിൻ്റെ ഭാര്യമാരെ മുമ്പിൽ നടത്തിച്ചിട്ട് അദ്ദേഹം ബിംബിലാവരൻ. നല്ലൊരു ഉത്തരവാദിത്തമുള്ള കാരണവരാട്ടോ അദ്ദേഹം. ആര്? ഈ സ്ത്രീകളുടെ മുമ്പിൽ പോയി നിങ്ങൾ പിന്നാക്കം വന്നോളൂ പറഞ്ഞ് പോരല്ലോ ചെയ്തത്. സ്ത്രീകളായ ക്ഷീണിച്ച സ്ത്രീകളെ, എന്ത് സ്ത്രീകൾ ക്ഷീണിച്ചവരാ. എന്ത് ക്ഷീണം? ഭർത്താവ് പോയി, മകൻ പോയി എന്നൊക്കെയുള്ള ക്ഷീണം നല്ലോണം ഉണ്ട്. കൈകേയിക്ക് ഇപ്പം എല്ലാം പോയി എന്നൊരു ക്ഷീണം ആർക്കുണ്ട്? കൈകൈ ഇപ്പം എല്ലാവരുടെയും മാതിരി ആയിട്ട്. ഇനി കൈകൈയെ കുറിച്ചൊന്നും മോശം പറയരുത്. കൈകൈയെക്കുറിച്ച് ഇനി നമ്മളെവിടെയും കാണൂല്ല. ആ കൈകൈക്ക് എന്തേ പറ്റിയാവുമല്ലോ എടുക്കും. ഒരു ദിക്കിലും അതൊക്കെ എന്തുണ്ടെങ്കിൽ ആ പച്ച സാരിയിൽ വെള്ള പുള്ളിയും പച്ച കരയുള്ള സാരി കൊടുത്താൽ നിൽക്കും അവിടെ. ഇപ്പം ആ ഒരു ദിക്കിൽ ആരുടെ നിറയില്ല. ഒരു കൊടപ്പന പൂത്ത മാതിരിയായി. കൊടപ്പന പൂക്കുക എന്ന് പറഞ്ഞാൽ മുള പൂത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? മുള പൂക്കും പോലെ ആരുടെ ആ ഒരു പുറപ്പാട്. മുള പൂക്കുക ചേർത്ത ഈ പൂക്കണത് ഒരു ഐശ്വര്യമായിട്ടാണ് കൂട്ട്. കൊടപ്പന എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മനസ്സിലാവുമോ? നാട്ടിൻപുറത്തൊക്കെ മനസ്സിലാവില്ലേ? കൊട പണ്ടൊക്കെ ഓലക്കൊട ഉണ്ടാക്കില്ലേ? ഓലയുണ്ടൊക്കെ കൊട ഉണ്ടാക്കുമല്ലോ. ഈ കൊട ഉണ്ടാക്കണേ ഓലയുണ്ട്, പനയുടെ ഓല. ആ പനയ്ക്കാണ് എന്ത് പറയുന്നത്? കൊടപ്പന എന്ന് പറയും. അതിപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാവും, ഇവിടെയൊക്കെ ഉണ്ടാവും. നാട്ടിൻപുറമല്ലേ ഇതൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ കണ്ടോളൂ കേട്ടോ. ഈ കൊടപ്പന നല്ല കുറേ കാലം കഴിയും പൂക്കണമെങ്കിൽ. ഇത് പൂക്കുമ്പോൾ ഒരു ഒറ്റ പൂവേ ഉണ്ടാവുള്ളൂ. അതിന് നേരെ നടക്കുന്നൊരു വലിയ പൂവ്. നമ്മൾ ഈ വിഷുവിൻ്റെ അന്ന് അങ്ങനെ മറ്റേ സാധനം കത്തിക്കില്ലേ, ഫുഫുഫുഫുഫുഫോ എന്നും പറഞ്ഞിട്ട്
അല്ലാത്ത ജാതി അതേ ജാതി ആകൃതിയിൽ അത് പൂത്തിങ്ങനെ വെളുവിളാന്ന ചന്ദന നിറത്തിൽ പൂത്തിങ്ങനെ നിൽക്കും. അത് ആ കുന്നിൻ്റെ ചെരുവിലൊക്കെ പൂത്തിട്ട് മറ്റേ കുന്നിൻ്റെ ചെരുവിൽ നോക്കി എന്തോ ഒരു ഭംഗിയാണ് കാണാൻ. കുടപ്പന പൂത്ത് പണ്ടൊക്കെ നമ്മൾ ഈ കുന്നിൻ്റെ ചെരുവിൽ പാടത്തെ വലിയ വരമ്പത്തിൽ കൂടി നടന്നു പോകുമ്പോൾ രണ്ട് വശത്തും കുന്നിൻ്റെ ചെരുവിലൊക്കെ വീടുകളും പറമ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങോട്ട് നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് കാണാം? പണ്ടൊക്കെ ഇപ്പം ഒന്നും കാണാനില്ലേ. ഇപ്പോൾ ആകെ കാണുന്നത് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് കാണും, ഒന്നും കാണാനില്ല. വല്ല ഫ്ലാറ്റൊക്കെ കാണാം, അല്ലാണ്ട് എന്താണുള്ളതില്ലേ? അന്നൊക്കെ അതൊക്കെ കാണാറുന്നു. അപ്പം ആ കുടപ്പന എങ്ങനെയാ ഒരു തവണയേ പൂക്കുള്ളൂ. അത് പൂത്താലോ ഒരു തവണ പൂത്ത അതോടെ പനയുടെ കഴിഞ്ഞു. പിന്നെ ആ പന എന്താവും? നിന്ന് ആ പൂവ് കായയാവും. ആ കായ വല്ല ജന്തുക്കളൊക്കെ കടിച്ച് പറിച്ച് കൊണ്ടുപോയി പറമ്പിലൊക്കെ കൊണ്ടുപോയിട്ട് പല ദിക്കിലും കൊണ്ടുപോയിട്ട് പരത്തും. ഈ പൂവോടുകൂടി എന്തുണങ്ങും? ഈ കുടപ്പന എന്ന് പറഞ്ഞ പന ഉണങ്ങി അപ്പോൾ നാനാവിധമായിട്ട് മഴ കൊണ്ട് ചീഞ്ഞ് നാറി പടക്കോന്നും പറഞ്ഞ് നിലത്തേക്ക് വീഴും. അപ്പോൾ കുടപ്പന പൂക്കണത് അതിൻ്റെ നാശത്തിനും കൂടി കാരണമാണ്. അതുകൊണ്ടാണ് ഈ ഐശ്വര്യം കൊണ്ട് നശിച്ചു പോണതിന് എന്താ പറയുക എന്നറിയോ? കുടപ്പന പൂക്കും പോലെ എന്നും പറയും, മുള പൂക്കും പോലെ എന്നും പറയും. മുള എങ്ങനെയാണ്